ഇതാ നമ്മുടെ വയനാട്ടിലെ ഡാമിൽ വന്നിരിക്കുക നമ്മൾ. എന്താ എൻ്റെ വൈഫായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടോ നോക്കി, നല്ല വ്യൂ വന്നതാ, ഭയങ്കര രസമാണ് കേട്ടോ. ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരാത്ത വലിയ നഷ്ടമായിരിക്കും. ഇവിടുത്തെ സ്പീഡ് ബോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. ഈ ബോട്ട് സർവീസിന് 1200 രൂപയാണ് ചാർജ്. അപ്പോൾ നമ്മൾ മറ്റൊരു നോർത്ത് ഇന്ത്യൻ ഫാമിലി കൂടെ നമ്മളെ കൂടെ ഉണ്ടായതുകൊണ്ട് 1200 രൂപ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ യാത്രാ സൗകര്യം നമ്മൾ വിനിയോഗിച്ചത്. ബാണാസുര അണക്കെട്ടിൻ്റെ ശരിക്കുള്ള ഭംഗി ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായി തീർച്ചയായും ഈ ബോട്ട് യാത്ര ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഡാമിൻ്റെ ഉൾവശത്തേക്ക് ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 200 രൂപ എങ്ങാനും അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ നല്ല ഒരുപാട് ദൂരത്ത് നമ്മളെ കൊണ്ടെത്തിക്കുകയും നല്ല നല്ല കാഴ്ചകൾ കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ 200 രൂപ കൊടുക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷേ ആ 200 രൂപ കൊടുത്തു കഴിഞ്ഞാലും അവർ നമ്മളെ ഒരുപാട് ഏരിയ കവറാക്കി ചുറ്റിക്കറക്കി കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായി തോന്നി. ഈ ഡാമിൻ്റെ ചുറ്റുവട്ടങ്ങളായി കാണുന്ന ഈ റിസോർട്ടുകൾ ഒരുപാട് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് കറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ ഒരു നല്ലൊരു ഓപ്ഷനാണിത്. കാരണം ഹണിമൂൺ ആയിട്ട് കോട്ടേജൊക്കെ എടുത്തു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. വയനാടിനെ അറിയുന്നവർക്കറിയാം, വയനാടിൻ്റെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഒരുപാട് ദൂരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 ദിവസത്തെ ടൂർ പാക്കേജ് കൊണ്ട് കംപ്ലീറ്റ് ഏരിയ കവർ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.